പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ടി ടൈസൺ ഉടൻ പ്രചാരണം ആരംഭിക്കും. ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പറവൂർ മണ്ഡലത്തിലെ LDF ക്യാമ്പ്. വിപിൻ സി വിജയൻ പറവൂരിൽ ചേരുന്നു. വിപിൻ, അതാ അവിടെ നാട്ടികയിൽ MLA മാറ്റി അടുത്ത MLA വേറെ സ്ഥാനാർത്ഥിയെ വെച്ചതിൽ വലിയ പൊട്ടിത്തെറി, ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രതികരണം കണ്ടതേ ഉള്ളൂ. ടൈസൺ കൈപ്പമംഗലത്തു നിന്നും ഇങ്ങോട്ടേക്ക് പറവൂരേക്ക് വരികയാണ്. ടൈസന് ഇളവ് നൽകിയിട്ടുണ്ട്, VS സുനിൽകുമാറിനില്ലാത്ത ഇളവാണ്. എന്തായാലും പാർട്ടി ഒരു പ്രത്യേക മിഷന് ഏൽപ്പിച്ചിരിക്കുന്നു പറവൂരിൽ. അപ്പോൾ ഇടത് ക്യാമ്പ് ഉണർന്നു. എന്താണ് പറവൂരിലെ കാഴ്ച? വിപിൻ. ഗുഡ് മോർണിംഗ് ആഷ്മി, ക്രിസ്റ്റീന. ഇപ്പോൾ നിൽക്കുന്നത് പറവൂരിലാണ്. പറവൂരിൽ ഒരു കാൽ നൂറ്റാണ്ടായി പറവൂരിന്റെ രാഷ്ട്രീയ മേൽവിലാസം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അത് ആ ഒരു ജൈത്രയാത്രയ്ക്ക് കടിഞ്ഞാണിടാൻ ഇപ്രാവശ്യം കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതിന് LDF ഏൽപ്പിക്കുന്നത് നിലവിൽ സിറ്റിംഗ് MLAയും കയ്പമംഗലത്തെ MLA കൂടിയായിട്ടുള്ള ടി ടൈസനെയാണ്. അവിടെ 2 ടൈം പൂർത്തിയാക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പറവൂരിലേക്ക് ഇപ്പോൾ ഇതാ ഈ ചുവടുമാറ്റം. ഈ പറവൂരിലേക്ക് ഉടൻ തന്നെ പ്രചാരണം ആരംഭിക്കുമെന്നുള്ളതാണ് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ കൂടി അദ്ദേഹം പറഞ്ഞത്. അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ അതായത് നമ്മളുടെ പറവൂരിൽ മറ്റൊരു വിസ്മയം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരൊക്കെ ചോദിക്കുന്നത്. കാരണം ടി ടൈസണ് എന്തെങ്കിലും രീതിയിലൊരു മാറ്റം കൊണ്ടുവരാൻ ഇപ്രാവശ്യം കഴിയുമോ എന്നുള്ളത് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പരസ്പരം ചോദിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ ഒരു ടീമുണ്ട്. ഇത് പറവൂരിലെ ഇവിടുത്തെ രാവിലത്തെ ഒരു കൂട്ടായ്മ അല്ലേ, രാവിലത്തെ നടത്തക്കാരെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അപ്പോൾ രാഷ്ട്രീയ ചിത്രം ഏകദേശം പറവൂരിൽ തെളിയുകയാണ്. ടി ടൈസൺ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എന്താണ് ഇപ്പോഴത്തെ ഒരു ചിത്രം? വി ഡി സതീശൻ തന്നെ ജയിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും കാലം ജയിച്ചതിൻ്റെ കാരണം തന്നെ ജനങ്ങളോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി MLA ഓഫീസിലേക്ക് ചെന്നാൽ വളരെ പെട്ടെന്ന് അതിനൊരു മറുപടിയും അതിനൊരു തീരുമാനവും ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെയധികം പഠിച്ച് അതിൻ്റെ അപഗ്രഥിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ MLA. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും കാലമായിട്ടും പറവൂരിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലേറ്റിക്കൊണ്ട് കിടക്കുന്നത്. വികസനമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. വികസനമെല്ലാം ഉണ്ടായിട്ടുണ്ട്. വോട്ടായിട്ട് ഇപ്രാവശ്യവും മാറ്റമൊന്നും ഉണ്ടാവില്ല? ഒരു മാറ്റം ഉണ്ടാവില്ല, വോട്ട് കൂടെ ഉള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെയാണോ കരുതുന്നത്? ഇല്ല, അങ്ങനെ കരുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. വി ഡി സതീശൻ ജയിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ വികസനം എന്ന് പറയുന്ന സാധനം 10 വർഷം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വികസനം ഇവിടെ കാണിച്ചു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കാം. വികസനം എന്ന് പറയുന്ന സാധനം ഞാനും നാട്ടുകാരോ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം LDFിനോടൊരു സാധ്യത. ടി ടൈസൺ സിറ്റിംഗ് MLA ആണ്, അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നു. അത് LDFിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ ഈ സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. അത് സാധിക്കുമോ? തീർച്ചയായും അത് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം ഇത്രയും നാളത്തെ ഞങ്ങളുടെ ഒരു മോക്ഷം എന്ന രീതിയിൽ ഒരു ഭരണമാറ്റം ആവശ്യമുണ്ട്. അതാണ് അപ്പോൾ പറവൂരുകാരുടെ ഒരു അഭിപ്രായമുള്ളത്. ഒപ്പം തന്നെ BDJSന്റെ സീറ്റാണ്. അപ്പോൾ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തണം എന്നുള്ളതാണ് NDAയിൽ പ്രധാനമായും നടക്കുന്ന ചർച്ച. അതുകൂടി തീരുമാനമായി കഴിഞ്ഞാൽ പറവൂരും തീപാറും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. അഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.